കാക്കനാട് ദേശനിവാസികളെ, അല്പകാലം മാത്രം ജീവിക്കുന്ന ഈ ഭൂമിയിലെ കൊച്ചു ജീവിതത്തിന് മുമ്പിൽ സർവശക്തനായ നമ്മളെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് കൊണ്ടുവന്ന മഹാദൈവത്തിന് നമ്മളോട് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവന് ദൈവം കൊടുത്ത സമയമാണ്. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. അതിൽ 15-20 മിനിറ്റ് സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള സന്ദേശം എന്തെന്ന് ഗ്രഹിക്കുവാൻ താഴ്മയായി നിങ്ങളുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, യേശുവന്റെ പ്രാണനാഥൻ, യേശുവന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. യേശുവിന്റെ ദിവ്യനാദം ഹൃത്തടത്തിൽ ജീവജലം, യേശുവിന്റെ ദിവ്യനാദം ഹൃത്തടത്തിൽ ജീവജലം, ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിലെന്നു നീ നിറയ്ക്കണമേ, ശാന്തി നൽകും പുണ്യതീർത്ഥം, ഹൃദയത്തിലെന്നു നീ നിറയ്ക്കണമേ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിന്റെ മാർഗദീപം, വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിന്റെ മാർഗദീപം, ശാന്തി
ശാന്തി നൽകും പുണ്യപീഠം ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ, നീ എന്റെ മാനസം ഉൾക്കുകില്ലേ. യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം, യേശുവിന്റെ പ്രാണനാഥൻ, യേശുവിന്റെ ആത്മദാഹം, ഈശ്വരന്റെ സന്നിധാനം, യേശുവിന്റെ സ്നേഹരൂപം. സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. सृष्टिकर्ता परमेश्वर का महान नाम का महिमा और आदर हो. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഈ ടീമിൽ നിന്ന് ശ്രവിക്കുന്ന സന്ദേശം സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള, മാനവരാശിയെക്കുറിച്ചുള്ള ഭാവിയെയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. प्रिय लोगों, अब इस टीम के द्वारा आप जो संदेश सुनने वाले हैं वो मानव जाति के सृष्टिकर्ता परमेश्वर को मानव जाति से कहने वाली जो संदेश है वो है. ഇത് മാനവരാശിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയാണ് മാനവരാശിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. और ये बात ऐसी एक गुप्त धन है जो कि मानव जाति के लिए परमेश्वर के दिल में छिपी हुई बात. വിശുദ്ധ ബൈബിളിൽ പുതിയ ഉടമ്പടി പുസ്തകത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം മറഞ്ഞു കിടക്കുന്ന, വയലിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയാണ്. അതാണ് ഇവിടെ വെളിപ്പെടുത്തി നിങ്ങളെ അറിയിക്കുന്നത്. पवित्र बाइबल के अंदर नए वाचे के एक पुस्तक के अंदर लिखी हुई जो बात है कि परमेश्वर का राज्य एक खेत में छिपी हुई धन के समान है, जिसके विषय में आपको हम बताना चाहते हैं. ഈ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്വം എന്ന് പറയുന്നതാണ് മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ നാം അത് തിരിച്ചറിയാതെ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കാനുള്ള തിരക്കിലാണ്. परमेश्वर के मन में हमारे लिए एक भविष्य तैयार करने की पद्धति जब है, तो उसे न जानते हुए हम अपने आप के लिए, हमारे भविष्य के लिए प्रयत्न कर रहे हैं. നാം നമുക്കൊരു ഭാവി ഒരുക്കാൻ ശ്രമിക്കുന്നു. നാം നമ്മളെ തന്നെ വലുതാക്കുവാൻ, നമ്മളെ ഹീറോ ആക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിത അവസാനം ഒരു സീറോ ആയി അവസാനിക്കുന്നു. हम हमारे लिए एक भविष्य बनने की कोशिश में है, अपने आप को कुछ हीरो बनाने की परिश्रम में है, लेकिन अंत में मृत्यु के वक्त हम सब एक जीरो, शून्य बन जाते हैं. എന്നാൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഭാവിയുണ്ട് ദൈവഹൃദയത്തിൽ. അതാണ് ദൈവരാജ്യത്വ സുവിശേഷത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ബൈബിൾ അതിന് നിധി എന്ന് പേരിട്ടിരിക്കുന്നു. ആ നിധി എന്തെന്ന് മനുഷ്യർക്ക് അറിയില്ല. അത് വയലിൽ, ഈ ലോകത്തിന്റെ കോഴ്സിൽ അത് ഒഴിഞ്ഞും മറഞ്ഞും പോയി കിടക്കുകയാണ്. അത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. और वो भविष्य क्या है इसके विषय में हम नहीं जानते हैं. पवित्र बाइबल के अंदर ये जो परमेश्वर के राज्य, जिसको एक धन कहा गया है, वो खेत में, जो कि ये संसार की गति में छिपी हुई है, उसके विषय में आपको बताना चाहते हैं.
ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ഭാവി കൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി മറഞ്ഞു പോയിരിക്കുന്നു. कम शब्द में बताए तो इंसान अपने लिए जो भविष्य बना रहा है उस प्रयास में है, इसके बीच में परमेश्वर हमारे लिए जो भविष्य तैयार कर रहा है वो उसमें लुप्त हो जाता है. നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അറിയാം, നമ്മൾ ഒരുക്കുന്ന ഭാവി യഥാർത്ഥത്തിൽ നമ്മളെ ഹീറോ തലത്തിൽ കൊണ്ടുവരികയില്ല, അത് നമ്മളെ സീറോ തലത്തിലേക്ക് കൊണ്ടുവരികയുള്ളൂ. നാം ഇതാ LKG UKG മുതൽ പഠിക്കാൻ ആരംഭിച്ചു, 10ാം ക്ലാസ്സും കഴിഞ്ഞു, എവിടെയെങ്കിലും ജോലിക്ക് കയറി, ചിലർ +2, ചിലർ ഡിഗ്രി, ചിലർ PG, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഇതാ ഓട്ടോറിക്ഷ ഓടിക്കലോ അതോ താഴ്ന്ന നിലയിലുള്ള ജോലിയോ ഉയർന്ന നിലയിലുള്ള ജോലിയോ ഒക്കെ എടുത്ത് ഈ ഭൂമിയിൽ അല്പകാലം ഭക്ഷണം കഴിച്ച് ഇതാ നമ്മൾ ഓരോരുത്തരും മരണത്തിന്റെ കീഴിലായി. നാം സമ്പാദിച്ചതൊന്നും നേടുവാൻ കഴിയാതെ ഇതാ സീറോ ആയി അവസാനിക്കുന്നു. हम इस दौड़ में हैं कि हम हमारे लिए एक अच्छी भविष्य को कमाएं ताकि हम कुछ हीरो बन जाएं, तो इसके लिए ही इसके दौड़ में हम सब लगे हुए हैं और हम परिश्रम करते हैं. हम LKG से UKG से 10वीं तक कोई पढ़ाई करता है, कोई 12वीं, कोई डिग्री, कोई पोस्ट ग्रेजुएशन भी करता है. उसके बाद में हम सब किसी न किसी काम में लगे हुए रहते हैं. कोई ऑटो रिक्शा चलाता है, कोई जो है उच्च श्रेणी का काम, कोई नीचे श्रेणी का काम, ये सब करते हैं हमारी पेट भरने के लिए. लेकिन अंत में मृत्यु के साथ में हमने जो कुछ कमाया है वो कुछ हम अपनी कब्जे में नहीं रख पाते हैं, हम शून्य बन जाते हैं. നമുക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്ന ഭാവിയുടെ തിരക്കിന്റെ ഇടയിൽ ഇതാ ഈ ജംഗ്ഷനിൽ തന്നെ വലിയ തിരക്കാണ്. ആ തിരക്കിന്റെ ഇടയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയെ കുറിച്ച് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പോലും മനുഷ്യന് കഴിയില്ല. കാരണം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയുടെ മറയിൽ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി മറഞ്ഞുപോയി. ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യ സുവിശേഷം ലോകത്തിന്റെ കോഴ്സിൽ മറഞ്ഞുപോയി. और हम सब इस प्रकार में अपने अपने कामों में अपनी जिंदगी में व्यस्त रहते हैं. जिस तरह से इस जंक्शन में हम देख सकते हैं कि लोग बड़े व्यस्त हैं और ये हो रहा है कि इंसान के लिए तैयार करने वाले भविष्य के पीछे उसके लिए दौड़ते हुए परमेश्वर हमारे लिए तैयार करने वाला भविष्य उसमें नष्ट हो जाता है. यानी कि संसार जो कि एक खेत है उसमें वो लुप्त हो जाता है. എന്നാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയെ ഒന്ന് വിടർത്തി കാണിക്കുവാൻ മത്തായി 24:14 ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. അതുകൊണ്ട് ഈ ടീം ഇപ്പോൾ ചെയ്യുന്നത് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയായ രാജത്വ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് തുറന്നു തരികയാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പ്രവേശിക്കുവാൻ അവസരം നൽകുകയാണ്. इसके लिए ही ये टीम आज यहाँ पर ये कर रही है कि परमेश्वर हमारे लिए जो तैयार कर रहा है वो भविष्य यानी कि उसके राज्य के बारे में आपके सामने उसे खुलकर रखने के लिए हम चाहते हैं. यदि आपको इच्छा है आप उसे सुन सकते हैं, स्वीकार कर सकते हैं. എന്താണ് ഈ രാജ്യത്വ സുവിശേഷം, ആരാണിത് പറഞ്ഞതെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പ്രപഞ്ച സൃഷ്ടിപ്പ് മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് രാജ്യത്വ സുവിശേഷം. എന്നാൽ അത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ദൈവപുത്രനായ ക്രിസ്തു. ആ യേശുക്രിസ്തു പറഞ്ഞതാണ് നിത്യമായ സുവിശേഷം, കൃപയുടെ സുവിശേഷം, സ്വർഗരാജ്യ സുവിശേഷം, ദൈവരാജ്യ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത്. അതാണ് ദൈവം മാനവകുലത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവം ഒരുക്കിയ ഭാവി. यदि पूछा जाए कि ये भविष्य क्या है यानी कि परमेश्वर का राज्य वो क्या है और ये किसने इसके बारे में सबसे पहले बताया, तो हम कह सकते हैं आपसे कि परमेश्वर का पुत्र प्रभु यीशु मसीह ने खुद इस राज्य के सुसमाचार सबसे पहले सुनाया, जो कि
राज्य का सुसमाचार, अनुग्रह का सुसमाचार, ऐसे अलग नामों से जाना जाता है। എന്താണ് ദൈവരാജ്യ സുവിശേഷത്തിന്റെ അർത്ഥം, എന്താണ് അതിൽ സാധ്യമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ട് എങ്കിൽ ദൈവരാജ്യ സുവിശേഷത്തിന്റെ സന്ദേശം ഇതാണ്: ദൈവം, സൃഷ്ടാവായ ദൈവം മാനവരാശിയോടുകൂടെ താമസിക്കുവാൻ ഒരു കുടുംബമായി, ദൈവം പിതാവും മാനവരാശി മക്കളുമായി, ദൈവം മക്കളുമായി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെടുക, താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമം വിശുദ്ധരാകുക എന്ന സന്ദേശമാണ് ദൈവരാജ്യ സുവിശേഷ സന്ദേശമായി ക്രിസ്തു ഈ ലോകത്തെ അറിയിച്ചത്. यदि आप जानना चाहते हैं कि इस परमेश्वर के राज्य का सुसमाचार है क्या या उसका संदेश क्या है, तो हम बताना चाहते हैं कि परमेश्वर के साथ का रहना, परमेश्वर के साथ का निवास, यही परमेश्वर का राज्य है। और ये हमें प्राप्त करने के लिए मन फिराकर पवित्र जिंदगी बिताना है, ताकि जिस प्रकार परमेश्वर पवित्र है, हम भी पवित्र हो सके और हम उसके साथ में रह सकें। ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷത്തിന്റെ ഇൻവിറ്റേഷൻ. എന്നാൽ നാം ഇന്ന് എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത് മനുഷ്യരോടുകൂടെ, മരണമുള്ള മനുഷ്യരോടുകൂടെയുള്ള ഒരു ജീവിതത്തിലാണ്. तो परमेश्वर के साथ रहने के लिए एक नियुक्ति है, आमंत्रण है, राज्य का सुसमाचार। आज हम और आप कहाँ रहते हैं? इंसानों के साथ रहते हैं। എന്നാൽ മരണമില്ലാത്ത, മതമില്ലാത്ത, ജാതിയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മതത്തിലും പ്രത്യേകിച്ച് മരണത്തിലും പിടിക്കപ്പെട്ടു പോയ നമ്മളെ അവിടെ നിന്ന് രക്ഷിച്ചെടുത്ത് സ്വകീയ പിതാവോടുകൂടെ തന്റെ പുത്രനായ ക്രിസ്തുയേശുവിൽ ജീവിപ്പിക്കുന്ന ആ മഹാസന്തോഷമാണ് സർവ്വജാതികളെയും പ്രകാശിപ്പിക്കുന്ന ഈ സുവിശേഷം. लेकिन वो राज्य जहाँ पर न मृत्यु है, न धर्म है, न किसी प्रकार के इस तरह के अंतर है जो इंसानों के बीच में है, वहाँ पर हमें हमेशा के लिए रहने के लिए आमंत्रण है परमेश्वर का राज्य का सुसमाचार। മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി, അത് LKG UKG 1 മുതൽ 10 വരെയും +2 ഡിഗ്രിയും PGയും എല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ജോലിയോ, ഒരു IT ജോലിയോ, ഇതാ ഒരു ക്ലർക്ക് ജോലിയോ, ഒരു ഡ്രൈവിംഗ് ജോലിയോ ഒക്കെ പഠിച്ച് സമ്പാദിച്ച് മരിച്ച് ഈ ഭൂമിയിൽ ഒടുങ്ങുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഇതാ മനുഷ്യന്റെ മരണം മാറ്റിക്കൊണ്ട് മറ്റൊരു തലത്തിൽ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഒരുക്കുന്ന ആ ഭാവിയിലേക്ക് നിങ്ങളെ മരണമുള്ള ഭാവിയിൽ നിന്ന് മരണമില്ലാത്ത ഭാവിയിലേക്ക് ഇൻവിറ്റേഷൻ ഇതാ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾ മുഖാന്തരം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുകയാണ്. जब हम लोग सभी इस धरती में, इस जिंदगी में, इस दौड़ में है, ताकि हम हमारी जो है जीवन के लिए कुछ न कुछ कमाई कर सके। कोई IT काम करता है, कोई क्लर्क होता है, कोई जो है ड्राइविंग करता है, किसी न किसी काम हम करते हैं, लेकिन अंत में मृत्यु के अधीन में हम हो जाते हैं। तो परमेश्वर, स्वर्ग का परमेश्वर हमें बुलाता है कि उसके साथ बिन मृत्यु की जिंदगी हम जी सकें। മനുഷ്യരോടുകൂടെയുള്ള ജീവിതത്തിൽ നിന്ന് ദൈവത്തോടുകൂടെയുള്ള ജീവിതത്തിലേക്ക്, മരണമുള്ള ജീവിതത്തിൽ നിന്നും മരണമില്ലാത്ത ജീവിതത്തിലേക്ക്, താൽക്കാലിക ജീവിതത്തിൽ നിത്യമായ ജീവിതത്തിലേക്ക്, മരണം നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെ അവസാനിപ്പിക്കുന്ന ജീവിതത്തിൽ നിന്ന് മരണത്തെ നാം കീഴ്പ്പെടുത്തുന്ന ജീവിതത്തിലേക്ക്, പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദകാഴ്ചഭരതയിൽ ഞങ്ങളെ കേൾക്കുന്ന ഏവരോടും ഇതാ സ്വർഗത്തിൽ ദൈവം ഞങ്ങൾ മുഖാന്തരം പറയുകയാണ്: ഒരേ മോളെ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഇതാ നീ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക, ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ഇൻവിറ്റേഷൻ, എന്റെ രാജ്യത്തെ സുവിശേഷം. तो स्वर्ग का परमेश्वर इस टीम के द्वारा आप सभी को आमंत्रण दे रहा है, आपको ये संदेश सुना रहा है कि मृत्यु की जिंदगी से बिन मृत्यु की जिंदगी और इंसानों के साथ जीने की जिंदगी से परमेश्वर के साथ जीने के लिए वो हमें आमंत्रण देता है। ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാകും, മനുഷ്യരോടുകൂടി ജീവിച്ച് മരിച്ച് അവസാനിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് ഒന്ന് സ്വതന്ത്രമായി ദൈവത്തോടുകൂടി ജീവിക്കാനുള്ള ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് എങ്ങനെയാണ് എനിക്ക് സാധ്യമാകുന്നത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഞങ്ങൾ പറഞ്ഞ് നിങ്ങളെ സഹായിക്കാം. और यदि
ये संदेश सुनने वाले में से किसी के मन में ऐसा इच्छा उठता है कि ये परमेश्वर के साथ की जिंदगी और मृत्यु रहित जिंदगी को हासिल करने के लिए मुझे क्या करना चाहिए, तो आपकी सहायता के लिए हम आपको बताना चाहते हैं। പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ഒരു ചിന്ത നിങ്ങളോട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ആ നല്ല ചിന്ത കൊണ്ട് മാത്രം നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയില്ല. കാരണം നാം ഇന്ന് ദൈവത്തിന് അന്യപ്പെട്ട് മരണത്തിന്റെ കീഴിലായി ലോകമെന്ന തലമുറയിൽ ജീവിക്കുന്നതിന്റെ കാരണം നമ്മളുടെ പാപമാണ്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ കളറോ നമ്മളുടേതായ പൊക്കമോ നമ്മളുടേതായ ജാതിയോ മതമോ പണത്തിന്റെ കുറവോ കൂടുതലോ അല്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മളുടെ പാപം മാത്രമാണ്. കാരണം പാപികളോട് ദൈവം അടുക്കുന്നില്ല. പാപ സാഹചര്യത്തിൽ നിന്ന് ദൈവം ഒഴിഞ്ഞു മാറുന്നു. താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾ വിശുദ്ധനായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. यदि आपके मन में ऐसा इच्छा उगा है कि मुझे भी ये जिंदगी चाहिए, तो ये बिल्कुल अच्छी बात है। लेकिन केवल इच्छा से ये संभव नहीं है, क्योंकि हमें परमेश्वर से अलग करने वाली बात वो पाप है। तो इसके लिए परमेश्वर पाप से दूर रहता है। जहाँ पर पाप है वहाँ पर वो नहीं रह सकता। इसलिए ही जिस प्रकार परमेश्वर पवित्र है, हमें पवित्र होना जरूरी है। ദൈവത്തിന്റെ വചനത്തിലെ ഒരു നിയമമാണ് പാപത്തിന്റെ ശമ്പളമാണ് മരണം. അതുകൊണ്ടാണ് മരണം നമ്മളെ കീഴടക്കിയിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതിന് പരിഹാരമായി ഭൂമിയിൽ ഒരു ആശുപത്രിയുടെ കയ്യിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ കയ്യിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിലും സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കയ്യിലും മരണത്തിന് പരിഹാരമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മരണത്തിന് പരിഹാരമായി തന്റെ പുത്രനായ ക്രിസ്തുവിനെ യേശു എന്ന പേരിൽ ഈ ഭൂമിയിലേക്ക് അയക്കുകയും വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ എല്ലാവരും മാതൃകയായ ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവര ക്രൂശിൽ മരിച്ച് നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു മരിച്ച് നമ്മുടെ കടം യേശു വീട്ടി എന്നുള്ള ആ നഗ്നമായ സത്യം നിങ്ങളെ തുറന്നറിയിക്കുകയാണ്. और परमेश्वर के वचन के मुताबिक में पाप का वेतन वो मृत्यु है। तो मृत्यु से हमें बचाने के लिए मृत्यु का इलाज किसी भी अस्पताल, किसी यूनिवर्सिटी, हमारी सरकार, वो चाहे स्टेट गवर्नमेंट हो, सेंट्रल गवर्नमेंट हो, कोई हमें नहीं दिला सकता है। तो इसलिए स्वर्ग के परमेश्वर ने हमें उसके पुत्र को ये संसार में भेजते हुए जो हमारे पापों को लेकर वो हमारे जगह में उसने हमारा मृत्यु का दंड ले लिया है। പ്രിയമകളെ, ആ യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, നമ്മളുടെ പാപത്തിന് വേണ്ടിയാണ് നാം വിശ്വസിക്കുകയും ആ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവും നായകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലത്ത് ആ യേശുക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ പ്രിയമകനെ നീ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദിവ്യമായ ആ സുവിശേഷ ഇൻവിറ്റേഷനിലേക്ക് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച് ആ സുവിശേഷത്തിലേക്ക് സ്വർഗീയ പിതാവിനോട് കൂടെയുള്ള ക്രിസ്തുവിനുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. हम आपको याद दिलाना चाहते हैं कि यदि हम अपने दिल में विश्वास करेंगे कि यीशु मसीह का मृत्यु वो मेरे लिए था, मेरे पापों के कारण यीशु क्रूस पर मरा, यदि हम ऐसे विश्वास करेंगे और कबूलेंगे और प्रभु यीशु को हमारी जिंदगी के उद्धारक और प्रभु के न्यायिक अंगीकार करेंगे, तो इस जो है ये अनुभव हमें मिल सकता है। ऐसे भाई और बहन हम आपको याद दिलाना चाहते हैं। ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഈ ലോകത്തെ രക്ഷിപ്പാൻ വേറൊരു നാമവുമില്ല, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് അസ്വർഗീയ പിതാവിന്റെ ഭവനത്തിലെ പെർമനന്റ് റെസിഡൻസ് HPR എടുക്കുവാൻ തക്കവണ്ണം ഇതാ നമുക്ക് ഈ സുവാർത്ത സന്ദേശം സ്വീകരിപ്പാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. इसलिए ही प्रभु यीशु मसीह में विश्वास करते हुए और यीशु मसीह को परमेश्वर और कर्ता, प्रभु और कर्ता ऐसे अंगीकार करते हुए, क्योंकि परमेश्वर का वचन कहता है आकाश के नीचे और पृथ्वी में उद्धार के लिए और
कोई नाम नहीं दिया गया है यीशु मसीह के नाम के अलावा। इसलिए यदि हम ऐसे विश्वास करेंगे, कबूल करेंगे और यीशु के पीछे चलने को अगर हम निर्णय लेंगे तो परमेश्वर के साथ की जिंदगी हमें प्राप्त हो सकती है। साथ ही साथ में स्वर्ग का राज्य का परमानेंट रेसिडेंस HPR को हम प्राप्त करते हुए जी सकेंगे। പ്രിയ സഹോദരങ്ങളെ, ഇതൊരു വിശ്വാസത്തിന്റെ യാത്രയാണ്. ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ യേശുവെ അനുഗമിച്ച് അനുസരിച്ച് പ്രിയ മകനെ നീ ജയം പ്രാപിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവർ എന്നേക്കും രാജാക്കന്മാരും ആയിരിക്കും. यदि हम इस प्रकार में यीशु मसीह को स्वीकार करते हुए अगर हम जीत पाएंगे तो हम हमेशा के लिए परमेश्वर के साथ में रह सकेंगे। परमेश्वर का राज्य कहता है कि जो जीत पाता है वो हमेशा मेरे साथ रहेगा, वो हमेशा के लिए राजा होकर रहेंगे। അതുകൊണ്ട് മനുഷ്യൻ അന്വേഷിക്കുന്ന PR യൂറോപ്പിലെയും US-ലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ PR അന്വേഷിച്ച് സ്വന്തം ഭാവിക്ക് വേണ്ടി ഒരുക്കി ഓടിയും അവസാനം 0 ആയി പോകുന്ന മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഭാവിയാണ് ഹെവൻലി പെർമനന്റ് റെസിഡൻസ് HPR. അതിലേക്ക് സ്വീകരിക്കുവാൻ തക്കണം ആ സുവിശേഷത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾ നിത്യം ദൈവത്തിന്റെ മക്കളായി മരണം ഒഴിവായി നിത്യം ജീവിക്കുന്നവർ മാത്രമല്ല, നിങ്ങൾ അവിടെ ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുന്ന രാജാക്കന്മാരായി തീരും എന്ന ദിവ്യമായ രാജ്യത്വ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് സാക്ഷ്യമായി ഈ കാക്കനാട് പട്ടണത്തിൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം അറിയിച്ചിരിക്കുന്നു. ഇനി നാളെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നിങ്ങൾ പറയുവാൻ ഇടയാകരുത്. और इसके लिए ही जब काफी सारे लोग हैं अलग अलग राज्यों के PR को प्राप्त करने के लिए कोशिश कर रहे हैं, कोई कनाडा, कोई ऑस्ट्रेलिया, कोई US की PR को प्राप्त करने के लिए बहुत मेहनत कर रहे हैं, तो स्वर्ग के राज्य का PR दिलाने के लिए परमेश्वर का राज्य हमें आमंत्रण देता है। तो और ये बात जो है ये सुवार्ता काकनाड के इस टाउन ने सुन लिया है और इसलिए कोई कह नहीं सकता कि हमने जाना नहीं है ये राज्य का सुसमाचार। അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയിൽ നിങ്ങൾ 0 ആയി തീരുന്നതിന് മുമ്പ് ഒരു ഹീറോ ആയി ദൈവഭവനത്തിൽ ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ കൂട്ട സഹോദരങ്ങളായി ക്രിസ്തുവിൽ ദൈവത്തിന് ജനിക്കപ്പെട്ട മക്കളായി ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള രാജാക്കന്മാരായി കിട്ടിയ അവസരം നഷ്ടമാക്കരുതേ. അതിനുവേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രക്ഷ പ്രാപിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് ജയം പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ഏവരെയും ഓർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. इसलिए प्रिय लोगों, बड़े प्यार के साथ हम आपको आमंत्रण देते हैं कि ये परमेश्वर के राज्य के में रहने का सौभाग्य हम भी हासिल करें। और इतना ही नहीं कि हम परमेश्वर के साथ रहेंगे बल्कि उसके साथ रहते हुए ये पृथ्वी पर राज्य करने के लिए हम चुने गए हैं। तो इस अनुभव में आपको हम बड़े प्यार के साथ आमंत्रण करते हैं. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മക്കളെ ഏവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദം ഈ കാക്കനാട് ദേശത്ത് ഈ സന്ദേശം കേട്ടവരെയും ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങേ ശ്രദ്ധിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. स्वर्गीय पिता, काकनाड के इस जगह को हम आपके हाथों में देते हैं. हमारे इस संदेश को सुनने वाले सभी लोगों को आपके हाथों में सौंपते हैं. കേട്ട വചനം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ 100% ജയം കൊടുക്കുവാൻ ഫലമായി തീരുവാൻ അങ്ങ് ഇടയാക്കണമേ. അതുവഴി ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് അവർ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ ക്രിസ്തുവാൽ ജനിക്കപ്പെട്ട സ്വർഗീയ പിതാവിന്റെ മക്കളായി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി കൂട്ടവകാശികളായി ദൈവത്തിന്റെ ഭവനക്കാരായി തീരുവാൻ തക്കവണ്ണം അങ്ങ് ഏവരെയും സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. और हम आपसे निवेदन करते हैं पिता परमेश्वर कि इन्हें ये आशीर्वाद दे ताकि ये आपके पुत्र प्रभु यीशु मसीह के द्वारा आपके परिवार के सदस्य बन जाए और वे भी आपके साथ में यीशु मसीह के साथ में आपके राज्य के अधिकारी बन जाए. ഇവിടെ അവരുടെ ഭൂമിയിലെ താൽക്കാലിക കുടുംബത്തെയും താൽക്കാലിക ജോലിയെയും താൽക്കാലിക ബിസിനസിനെയും എല്ലാ താൽക്കാലിക കാര്യങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരെല്ലാവരും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് അങ്ങനെ വഴിയിൽ നയിക്കും നടക്കപ്പെടുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹം അവരെ നിത്യ തേജസ്സിൽ അങ്ങയോടുകൂടിയുള്ള ജീവിതത്തിലെത്തുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. और हम प्रार्थना करते हैं पिता परमेश्वर
कि ये प्रिय लोगों की इस पृथ्वी के तात्कालीन जो कुछ भी काम है प्रभु, उनके परिवार है, उनके परिवार के सदस्य हैं, वे सभी भी आशीष हो जाए। ദൈവം സകല മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ നിങ്ങൾക്കുള്ളതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. और हम चाहते हैं और हम आशा रखते हैं कि परमेश्वर आप सभी को आशीष करें, आपके सभी कामकाज और परिवार सब में वो आशीष करके आपको बढ़ाए. परमेश्वर हमारे साथ रहे. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങൾ 2 നോട്ടീസുകൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊന്ന് ഒരു ട്രാക്കാണ്. ദൈവത്തിന് മാനവകുലത്തെ കുറിച്ചുള്ള പദ്ധതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങളടുത്ത് പോയാലും നിങ്ങൾക്കത് വായിച്ചു നോക്കി മനസ്സിലാക്കാം. മറ്റൊന്ന്, ഇവിടെ പൂക്കാട്ടുപടിക്ക് അടുത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രമുണ്ട്. പഞ്ചായത്ത് റോഡെന്നാണ് സ്ഥലത്തിന്റെ എക്സാക്ട് പേര്. അവിടെ കഴിഞ്ഞ 22 വർഷമായി ദൈവരാജ്യ സുവിശേഷ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ വളരുവാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്. और फिर भाइयों, एक और बात याद दिलाना चाहते हैं. हमारे भाइयों ने आपके पास में 2 सूची पत्र पहुंचाई है. उसमें से एक में संदेश है जो कि परमेश्वर का मानव जाति के प्रति में जो इच्छा है, जो पद्धति है, उसके विषय में उसमें लिखा हुआ है. और दूसरे में एक वहां पर आपको आमंत्रण देना चाहते हैं. पिछले 22 साल से पूकाटबड़ी, एर्नाकुलम पूकाटबड़ी में वहां पर एक ध्यान सत्र है. पंचायत रोड उस जगह का नाम है. वहां पर प्रति महीना सोमवार से लेकर शनिवार तक रहने वाला ध्यान सत्र है. वहां पर आपको आमंत्रण देना चाहते हैं. यदि आप अधिक जानना चाहते हैं, उसके नीचे एक फोन नंबर लिखा है, उसमें संपर्क कीजिए. हम आपकी मदद करेंगे. परमेश्वर आपको आशीष दे.